മെയിൻ ലിസ്റ്റിൽ നമുക്കുള്ള ആൾക്കാരുടെ എണ്ണം 73 ആണ്. അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം 96 ആണ്. എല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD സിവിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ലിസ്റ്റ് നിലവിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. എന്നിരുന്നാൽ കൂടി പുതിയ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള PSC മിനിറ്റ്സ് കിട്ടിയപ്പോൾ മുതൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്ര പെട്ടെന്ന് തന്നെ ലിസ്റ്റ് തീരാതെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് തുടങ്ങിയ കൺഫ്യൂഷൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അത് ക്ലാരിഫൈ ചെയ്യുന്ന AE PWD സിവിൽ നോട്ടിഫിക്കേഷൻ വന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ ലിസ്റ്റിന്റെ ഒരു നേച്ചറും അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, കട്ട് ഓഫ് എത്ര വന്നു, എത്ര ആൾക്കാർക്ക് ഇതുവരെ ജോലി കിട്ടി, ഇനി എത്ര പേർക്ക് കിട്ടാനുണ്ട്, ഇനി വേക്കൻസീസ് എത്ര, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. എന്നായിരിക്കും എക്സാം തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാറ്റഗറി നമ്പർ 180/2025 ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ആണ്. നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. കാര്യം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ 2025-26 കാലയളവിൽ നമുക്ക് റിട്ടയർമെന്റ് വേക്കൻസീസ് വരാനുണ്ട്. അതായത് സീനിയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർ റിട്ടയർ ആകുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉള്ളവർ AXC ആവും. അങ്ങനെ മുകളിലേക്ക് നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടായത് കൊണ്ട് തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ഡയറക്ട്ലി PSC റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കൊണ്ടും ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതി കയറാൻ പറ്റുന്നത് കൊണ്ടും ആ ഒരു പോസ്റ്റിലേക്ക് വേക്കൻസി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 150ഓളം വേക്കൻസീസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൂടാണ്ട് 2028 ഒക്കെ ആകുമ്പോഴത്തേക്ക് 27-28 കാലഘട്ടത്തിൽ വീണ്ടും നമുക്ക് ഇതുപോലെ അടുത്ത ഒരു മാസ് റിക്രൂട്ട്മെന്റ് നടക്കാൻ, അല്ലെങ്കിൽ അതായത് റിട്ടയർമെന്റ് നടക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസീസ് അവിടെയും റിപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. സോ ഈ വസ്തുതകളെ കണക്കിലാക്കി വേണം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് 2025 വന്നാൽ 2026 പരീക്ഷ നടന്നു, 2026 ലാസ്റ്റോട് കൂടി ലിസ്റ്റ് വരികയോ അപ്പൊ 2027-ലും 28-ലും ഒക്കെ വേക്കൻസീസ് നമുക്ക് അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റ് പഴയ ലിസ്റ്റ് വേഗം എക്സ്പയർ ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് എത്രയും വേഗം പുതിയ ലിസ്റ്റ് വരികയും ചെയ്യും. സോ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ വലിയൊരു അവസരമാണെന്ന് ഇതിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് നമുക്ക് മാക്സിമം ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 6 മാസമാണ് PSC ഇപ്പം ഒരു ട്രെൻഡ് അനുസരിച്ച് വരുന്നത്. അപ്പൊ ഈ ഒരു 6 മാസത്തിനുള്ളിൽ എങ്ങനെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസ് കവർ ചെയ്യാം എന്നുള്ള നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും. സോ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസ് 6 മാസം കൊണ്ട് തന്നെ നമ്മൾ കവർ ചെയ്യണം. മിനിമം നമ്മൾ 6 മാസം ടാർഗറ്റ് ഇട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തന്നെ പഠിച്ചു തുടങ്ങാം. ഒരു ദിവസം 4 മുതൽ 6 മണിക്കൂർ പഠിക്കാനായി ഡിവോട്ട് ചെയ്താൽ മാത്രമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലൊരു പരീക്ഷ നമുക്ക് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ AE LSCD നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാണ്. ആ ചോദ്യത്തിന്റെ നിലവാരവും നമ്മൾ കണ്ടാണ് ചോദ്യ പേപ്പറിന്റെ. ആ ഒരു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നേരിട്ട പ്രശ്നം എന്താ വെച്ചാൽ സമയം അവർക്കില്ലായിരുന്നു. ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് പാനിക് ആവുകയും അത് ടൈം മാനേജ്മെന്റിനെ ബാധിക്കുകയും അറിയാവുന്ന ആൻസേഴ്സ് പോലും തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പൊ ആ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമ്മൾ എടുക്കുമ്പോൾ GTയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കിട്ടി. ഈവൻ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ചോദിച്ച ചോദ്യങ്ങൾ വരെ ഗേറ്റിന്റെ PYQസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് നമ്മൾ കഴിഞ്ഞ പരീക്ഷയിലൂടെ കണ്ടു. മാത്രമല്ല ESC പ്രിലിംസിന്റെ ചോദ്യ പേപ്പറിൽ നിന്നും ചോദ്യങ്ങൾ അമ്മാതിരി തന്നെ നമുക്ക് ചോദിക്കാറുണ്ട്. അത് പണ്ടേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് തന്നെയാണ്. ഗേറ്റ് അധികം അങ്ങനെ വരാറില്ലെങ്കിൽ ഇപ്പൊ ഗേറ്റ് കൂടുതൽ വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ കേരള PSCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിലൂടെ ഈ ഒരു ചോദ്യ പേപ്പറിൽ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ഈ 3 വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. ESC പ്രിലിംസിന്റെ ചോദ്യങ്ങൾ ചെയ്യണം, ഗേറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ എക്സാം ഓറിയന്റഡ് ആയിട്ട് മാറിയ രീതിയിലുള്ള ഒരു എക്സാം പാറ്റേണിൽ നിങ്ങൾക്ക് തയ്യാറെടുത്ത് തുടങ്ങാവുന്നതാണ്. ഉടൻ തന്നെ നമ്മുടെ എൻട്രിയിൽ AE PWD മാറിയ പാറ്റേൺ പ്രകാരമുള്ള ക്ലാസ്സും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ബാച്ചസ് അവൈലബിൾ ആണ്. കോഴ്സസ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നത് പ്രമാണിച്ച് വളരെ വലിയ ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് തരുന്നത്. സോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD സിവിൽ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ നാളത്തോളം ആക്റ്റീവ് ആവും. അപ്പൊ നിങ്ങൾ ആ ഒരു ആക്റ്റീവ് ആവുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് September 3 ആണ്, September 2 ആണ്. അപ്പൊ September 2 നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ലാസ്റ്റ് മിനിറ്റ് റഷിലേക്ക് വെക്കരുത്. സോ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ കോഴ്സസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. നോർമൽ കോഴ്സസ് ഉണ്ട്, ഗോൾഡ് ബാച്ചസ് ഉണ്ട്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഫോം ഫില്ല് ചെയ്താൽ മതി. ഇനി നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിലേക്ക് വരാം. കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് കട്ട് ഓഫ് മാർക്ക് 56.33 ആണ്. AE എക്സാമിനെ സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടുള്ളതിൽ അത്യാവശ്യം വലിയൊരു കട്ട് ഓഫ് തന്നെയാണ് 56.33 എന്ന് പറയുന്നത്. കാര്യം 45-50 ഇടയ്ക്കാണ് നോർമലി നമ്മുടെ കേരള PSC AE സിവിലിന്റെ കട്ട് ഓഫുകൾ
വരാറുള്ളത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത്രയും വലിയ കട്ട് ഓഫ് വന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നില്ല, ഈ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് ചോദ്യ പേപ്പർ തന്നെയായിരുന്നു. എന്നിരുന്നാലും ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അപ്പൊ കുറച്ച് ആൾക്കാർ മതി, കുറച്ച് കുഞ്ഞൊരു ലിസ്റ്റ് മതി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ കട്ട് ഓഫ് വന്നത്. മെയിൻ ലിസ്റ്റിൽ നമുക്കുള്ള ആൾക്കാരുടെ എണ്ണം 73 ആണ്. അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം 96 ആണ്. ആൻഡ് നമുക്ക് ടോട്ടലി നമ്മുടെ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം 185 ആണ്. സോ നിങ്ങൾ അത് മറക്കണ്ട, 73 പേരുള്ള ലിസ്റ്റ് ആയിട്ട് നമ്മുടെ കേരള PSC ഷോർട്ട് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത്. ആൻഡ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന വർഷം 2024 3 വർഷം അല്ലെങ്കിൽ എപ്പോഴാണ് ലിസ്റ്റ് തീരുന്നത്, ഇതിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അന്നേരം നമ്മുടെ ലിസ്റ്റ് കേരള PSC ലിസ്റ്റ് എക്സ്പയർ ആവും. 2024 മുതൽ 3 വർഷം കണക്കാക്കുവാണെങ്കിൽ 2027 മെയ് മാസം വരെയാണ് നമ്മുടെ ലിസ്റ്റിന്റെ കാലാവധി. പക്ഷേ 73 പേര് മാത്രമാണ് ലിസ്റ്റിലുള്ളത്. നമുക്ക് ഇപ്പൊ വരുന്ന റിട്ടയർമെന്റ് ആയിട്ടുള്ള 150 മുതൽ 200 വേക്കൻസീസ് കിട്ടുവാണെങ്കിൽ ഈ 73 പേരുള്ള ലിസ്റ്റ് നമുക്ക് എക്സ്പയർ ആയി പോകാൻ അല്ലെങ്കിൽ എക്സോസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, ആൾക്കാർക്ക് മൊത്തം ജോലി കിട്ടിയിട്ട്. സോ അതുകൊണ്ട് അത് കണക്കാക്കിയാണ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ 2024 വന്ന ലിസ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടെ നമുക്ക് പോവാം. നമുക്ക് അഡ്വൈസ് എന്ന് പറയുന്നത് ടോട്ടലി ഈ 73 പേരിൽ ഓപ്പൺ കാറ്റഗറി 23ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമുക്ക് പകുതിയോളം അടുക്കുന്നു ലിസ്റ്റ് തീരാനായിട്ട്. ഇനിയും 150 വേക്കൻസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ ഫിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വസ്തുത ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിപ്പം നമ്മുടെ ജൂൺ മാസത്തിലും ലാസ്റ്റ് ആയിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട്. സോ PWD എന്ന് പറയുന്നത് LSTD പോലെ തന്നെ LSTD അത്രയും വേക്കൻസീസ് വരൂ എന്നുള്ള കാര്യം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇയർ, ഏത് വർഷമാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഒരു വളരെ സുവർണ അവസരം തന്നെയാണ് സിവിൽ എഞ്ചിനീയർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്. സോ അവസരം നഷ്ടപ്പെടുത്താതെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം എൻട്രിയോടൊപ്പം. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ അവസരം നഷ്ടമാക്കരുത്. നല്ലൊരു ജോലിയാണ്, ഡിപ്പാർട്ട്മെന്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ നല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് PWD എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഫീൽഡ്, അതായത് നമ്മുടെ റോഡും കാര്യങ്ങളും ഒക്കെയാണ് എന്തുകൊണ്ടും വർക്ക് ചെയ്യാൻ സുഖമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബാണ് ഈ PWD എന്ന് പറയുന്നത്. സോ ഈ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസത്തെ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. സോ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. സോ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കഴിഞ്ഞ ലിസ്റ്റിന്റെ ഒരു ഡീറ്റെയിൽസും. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം.